പക്ഷെ ചെറുക്കൻ ഞാനാ. നീ കണ്ണട എടുത്ത് വലിച്ചെറിഞ്ഞേക്കാം. സ്റ്റൈല് കണ്ടു. ഇവന് ഞാൻ സ്ഥിരമായിട്ട് പണി കൊടുക്കും. ഞാൻ പറഞ്ഞതാ വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞത് വരണം വരണം വന്നാട്ടെ. ഇതേ അവര് വന്നു. ദാമോദർജി ഒരു വാക്ക് പറഞ്ഞാൽ അത് വളരെ ഷാർപ്പാണ്. മീറ്റ് മിസ്റ്റർ അരുൺ കെ മേനോൻ. ഹായ്, നൈസ് ടു മീറ്റ്. Yeah, nice meeting you. Please come. Come on. പറഞ്ഞിരുന്നല്ലോ, അരുണിന്റെ ഡാഡിയും മമ്മിയൊക്കെ അങ്ങ് സ്റ്റേറ്റ്സില്ല. അരുൺ കെ മേനോന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവരിങ്ങ് വരും. അല്ല ഇവരൊക്കെ അരുൺ കെ മേനോന്റെ ഫ്രണ്ട്സ് ആണ്. ഐ ആം സുഗണൻ കെ മേനോൻ. പിഷാരടിയാണ്. ഹലോ, ഐ ആം കുട്ടപ്പായി കെ മേനോൻ. എന്ത് കുട്ടപ്പായി കെ മേനോനോ? ഇതെന്താ ഇങ്ങനെ ഒരു പേര്? അച്ഛനിട്ടതാ. അച്ഛനമ്മമാരെ ചോദ്യം ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചില്ല. പൊരുത്തപ്പെട്ടു. വലിയ പ്രിൻസിപ്പിൾസ് ഉള്ള ആളാണ്. അയ്യോ, ഇത് പറഞ്ഞോളാം. ഇത് എവിടെ പോയി കിടക്കണു സാധനം? ഒരു അത്യാവശ്യത്തിന് നോക്കിയാ കാണില്ല. ഭൂമേനി ഇല്ലത്തെ ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ ധാരാളം കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇല്ല, കേട്ടിട്ടില്ല. നിങ്ങൾ ബിസിനസ്സുകാർക്ക് ഇതിനൊക്കെ അവിടെ നിന്നാ നേരം. ഭവതി കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ടോ? ഇല്ല. ശരി, എന്നാ പിന്നെ എന്റെ വായിരിക്കണ കേൾക്കാണ്ട കുട്ടിയെ അങ്ങോട്ട് വിളിക്ക. അതെ, തിരുമേനി ഈ ജോത്സ്യം കൂടെ ആയതുകൊണ്ട് മുഹൂർത്തം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാ വിളിച്ചോളൂ. മോളെ എന്റെ ഫോണാ. എന്താ ഇത്? സിംഗപ്പൂരിൽ ഒരു ഫ്ലൈറ്റാ. ഹലോ സാർ. പയ്യൻ ഇവിടെ റെഡിയാണ്. അതെ സിംഗപ്പൂർ എടുത്ത് പോകേണ്ടി വരും കേട്ടോ. ഹലോ, പുറത്തുനിന്ന് സംസാരിക്കാന്ന് പറയായിരുന്നു. ഹലോ, ആക്ച്വലി മിസ്റ്റർ അരുണിന്റെ ബിസിനസ് എന്തൊക്കെയാണ്? വെജിറ്റബിൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ മെനി അതർ ബിസിനസ്, യു നോ. ആക്ച്വലി വി ആർ സെറ്റിൽഡ് ഇൻ US. ഡാഡിയുടെ ബിസിനസ് ഒക്കെ അവിടെയാണ്. ബട്ട് ഐ പ്രിഫർ ടു സ്റ്റേ ഇൻ ഇന്ത്യ. രാജ്യസ്നേഹം. Good. അതേതായാലും കൊള്ളാം. But ഇതെന്തിനാ എല്ലാരും എഴുതേക്കുന്നത്? അത് എന്താന്ന് വെച്ചാൽ ഈ ബഹുമാനം. ആരോട്? സാറിനോട്. അതിപ്പോഴാണോ കാണിക്കാൻ? താമസിച്ചു പോയല്ലേ? ഇപ്പോഴും ഓർത്തത്. മോളെ, അതിങ്ങോട്ട് കൊടുക്ക. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് കോട്ടൂരാലോ അല്ലേ? അച്ഛാ, ഒന്നിങ്ങി വന്നേ. എന്താ മോളെ? വാ. ഒരു മിനിറ്റ്. ഓ ആയിക്കോട്ടെ, എത്ര സമയം? എന്തിനായി ഓടുന്നേ? ഒന്നുമില്ല സാർ, ഇവിടെ തന്നെ നിന്നോ. കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർ ഉറപ്പിക്കും. നോമ്പും ഇവിടെ തന്നെ നിന്നോളൂ. പതിപോലെ ദക്ഷിണ തെറ്റിക്കണ്ട. അല്ല, കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോയാൽ മതി എല്ലാരും. കാര്യങ്ങൾ എന്താന്ന് അറിയണം അല്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഇനി ഇവിടെ നിക്കണോ? പെട്ടിക്കകത്താവാണ്ടിരിക്കണെങ്കിൽ വേഗം ഇറങ്ങും. അയ്യോ, കുഴപ്പമില്ല. ഞാൻ കുട്ടപ്പായി. പോടാ. ഇയാളെപ്പോഴാ അരുൺ കെ മേനോനായത്? ഇപ്പേ. ഇപ്പേ?
ഇപ്പോ കുറച്ച് മുമ്പ്. മോളെല്ലാം പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. സിദ്ധാർത്ഥ രാജകുമാരൻ എന്നാണ് സാർ ബുദ്ധനായത്? കൊട്ടാരക്കെട്ടുകളും കോട്ടകൊത്തളകളും ഉപേക്ഷിച്ച് തെരുവിധിയിലേക്ക് ഇറങ്ങിയപ്പോ ഇല്ലേ? കോടിക്കണക്കിന് പണം കായ്ക്കുന്ന അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്ന പുതിയ ശ്രീബുദ്ധനായി നിൽക്കുന്നത് അഭിനവ ബുദ്ധൻ. എന്താ ഇങ്ങനെ മെഴുകുസിയാ നിൽക്കുന്നത്? ബാക്കി പറഞ്ഞു കൊടുക്ക്. എന്ത് പറയാ? എന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെ നടികിട്ട് രക്ഷപ്പെടണ്ടേ? എന്താണ് ഞാൻ പറയേണ്ടത്? അവിടെ എന്താണ് സാർ ഞാൻ പറയേണ്ടത്? എന്താണ് സാർ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി? ഒരുപാട് പേർ സമ്പന്നർ, കോടിക്കണക്കിന് പേർ ദരിദ്രർ. മടുത്തു സാർ, മടുത്തു. എവിടെ നോക്കിയാലും നിലവിളി, കൂട്ടക്കരച്ചിൽ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ വലത് കൈ കൊണ്ട് നീട്ടിയ ബിസിനസ് സാമ്രാജ്യം ഞാൻ ഇടത് കാലം കൊണ്ട് തട്ടി വലത് കാലം വെച്ച് ഈ പാവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അന്ന് വലിച്ചെറിഞ്ഞ ഈ കുപ്പായം തിരിച്ചെടുത്തറിഞ്ഞത് ഈ ദാമോദർജി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. എനിക്കിപ്പോ ഒന്നും മാത്രമേ ഉള്ളൂ: ചാരിറ്റി, സാമൂഹ്യ പ്രവർത്തനം. അത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലോ സാർ, ബുദ്ധൻ. സ്നേഹം കൂടുമ്പോ ഞങ്ങൾ ബുദ്ധേട്ടാ എന്നാ വിളിക്കുന്നത്. കുട്ടികളോ ബുദ്ധനങ്കിൾ എന്ന് വിളിക്കും. ഞങ്ങള് ബുദ്ധിയുള്ളവരെ ബുദ്ധൂസേ എന്ന് വിളിക്കും. ഭൂരിഭരിതം. പണമുണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് സാറിന് വേണ്ടതെങ്കിൽ ഞാൻ അതിന് ചേരില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. അല്ല, എന്റെ ബാഗകത്ത് നിൽക്കൂ. ആൾക്ക് വിശ്വാസമായിട്ട് എനിക്കിഷ്ടമായി. നല്ല മനസ്സുള്ള ഒരു മരുമകനെയാണ് എനിക്ക് വേണ്ടത്. സിദ്ധാർത്ഥനെ എന്റെ മോക്ക് ഇഷ്ടപ്പെടും. സിദ്ധാർത്ഥൻ മോളുമായിട്ട് സംസാരിക്കണം. എന്താ തന്റെ ഉദ്ദേശം? ഞാൻ എങ്ങോട്ട് പോയാലും താൻ എന്റെ പുറകെ ഉണ്ടല്ലോ. ഹലോ, അത് പറയരുത്. ഞാൻ ഒരിക്കലും തന്റെ പുറകെ വന്നിട്ടില്ല. ഞാൻ എവിടെ പോയാലും അതിന്റെ മറ്റേ അറ്റത്ത് വന്നിരിക്കുന്ന താനാണ്. അതെന്റെ തെറ്റാ? ഇപ്പൊ തന്നെ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കുട്ടി അറിഞ്ഞ നിമിഷം ഞാൻ പോകാൻ പോയപ്പോ കുട്ടിയുടെ അച്ഛനല്ലേ എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ അവിടെ പിടിച്ചു നിർത്തിയത്. ആര് കണ്ടാലും എന്നെ ഇഷ്ടപ്പെട്ടു പോകുന്നത് എന്റെ തെറ്റാ? ട്രൂ ഓർ ഫോൾസ്? സേ. എന്താ അല്ലാതെ നോക്കുന്നേ? ഒന്നുമില്ല. എന്നോക്കെ. ഹാർട്ട് അറ്റാക്ക് ഉള്ള കുട്ടിയുടെ അച്ഛൻ മോളോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. എന്റെ അച്ഛന് ഹാർട്ടിന് അസുഖമാണെന്ന് തന്നോട് ആരോടോ പറഞ്ഞു? ഒരു മനുഷ്യനാകുമ്പോ ഹാർട്ട് ഉണ്ടാവില്ല. അപ്പൊ അസുഖം വരാലോ. ഇതൊക്കെ നാട്ടടപ്പല്ലേ? അച്ഛൻ ഇതുവരെ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. അയ്യോ, വിഷമിക്കില്ല കുട്ടി. ഒക്കെ വരും. ദൈവം എല്ലാം വാരിക്കോരി തരും. കുട്ടിയുടെ അച്ഛൻ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. ഇനി അച്ഛനോട് എന്താ പറയണ്ടെന്ന് കുട്ടി തീരുമാനിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് കിട്ടാനുള്ള 27,000 രൂപ എന്തായാലും അല്ല, ഞാൻ ഈ സമയത്ത് വേറെന്തോ ആലോചിച്ചു പോയി. ആണ്, സോറി. തലയിൽ ഒരുപാട് കാര്യങ്ങളില്ലേ. സെറിബറം എടോ ബുദ്ധേട്ടാ, തന്റെ യോവ സ്മാർട്ട്നെസ് ഞാൻ ശരിയാക്കി തരാടോ. ഹലോ, എന്താ? ഈ ചങ്കൂറ്റവും ഈ വാചാലതയും ഈ സൗന്ദര്യമൊക്കെ ഏത് പെൺകുട്ടിക്കാ ഇഷ്ടാവാത്തത്? അച്ഛനോട് ഇയാൾ എനിക്ക് ഇഷ്ടായെന്ന് പറഞ്ഞോട്ടെ. ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ശരിക്കും ബുദ്ധേട്ടാ. ആരെ? ബുദ്ധേട്ടൻ. ഞാനും ഇനി അങ്ങനെ വിളിക്കൂ. വിളിച്ചോട്ടെ ബുദ്ധേട്ടാ? എല്ലാം കുട്ടിയുടെ ഇഷ്ടം. ബുദ്ധം ശരണം ഗച്ഛാമി. കയ്യിന്ന് പോയടോ. മുണ്ടഴിഞ്ഞു പോണ്ട് നോക്കിക്കോണേ. എന്റെ കൃഷ്ണ, സമസ്താപരാധം പൂർത്തേക്കണേ.
എന്ത് തെറ്റിയതിന്റെ പ്രായശ്ചിത്താടാ ഇത്? ഞാനല്ലമ്മ, എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടിട്ടാ. അവൻ ചെയ്ത തെറ്റിന് നീ ഉരുണ്ടിട്ട് എന്താ കാര്യം? അതിപ്പോ അവൻ ഈ പൈൽസിന്റെ അസ്കിതയുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് ഉരുളാൻ പറ്റില്ല. മൂട ഔട്ടായി പോവേ. എന്ത് തെറ്റിയതിട്ടാ? ഒന്നുമില്ലമ്മ, അവന് ഈ ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ പോയി. കാണാൻ പോയിന്ന് പറഞ്ഞാ ഈ പെണ്ണ് കാണാൻ പോയതേ. അവന് പക്ഷേ കുട്ടിയെ അങ്ങനെ ഇഷ്ടായില്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയാ. അയ്യോ, അതെന്ത് പണിയാ കാണിച്ചത്? പറ്റിപ്പോയമ്മ. എന്നിട്ട്? അല്ല, അതിപ്പോ അവന് പകരം ഞാൻ ഉരുണ്ടാലും മതിയല്ലോ അല്ലേ അമ്മ? നീയല്ല, അവൻ തന്നെ നേരിട്ട് വന്ന് ഉരുണ്ടാലും ദൈവം പൊറുക്കില്ല. അയ്യോ, പെണ്ണിന്റെ ശാപം എന്ന് വെച്ചാ നിസ്സാര കാര്യമെന്നാണോ നീ കരുതിയത്? അമ്മേ, അവനറിഞ്ഞോണ്ട ഇത് ചെയ്തവൻ ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴും. എന്താടാ? എന്താ? പണിയെന്നതാ? ഞാൻ ഇടുത്തി ഭഗവതിയെ വിളിച്ചതാ. അമ്മേ ഭഗവതി. കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്നാണോടാ ഭഗവതിയെ വിളിക്കുന്നേ? ഭഗവതി കൃഷ്ണ. ഭഗവതി കൃഷ്ണനോ? രമ്യ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഭഗവതി കൃഷ്ണൻ എന്ന് വിളിച്ച എന്താ? ഓ, എന്റെ രമ്യ നമ്പീശ. മോളെ മോളെ നർമ്മദേ, അവളെവിടെ? ഇതെന്താ? ഇതോ അവൾക്കൊരു ഗിഫ്റ്റാ. ഗിഫ്റ്റോ? യേസ് മോളെ, ഇതെന്താന്നല്ലേ? ഒരു സർപ്രൈസാ. സർപ്രൈസോ? ആ, കൊണ്ടുപോയി തുറന്നു നോക്ക്, നിനക്കിഷ്ടാവും. താങ്ക് യു. നീ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ആടുന്നു. ഏയ്, ഫ്ലാറ്റാണ് ആടുന്നത്. ഇവിടെ നിക്ക്. സ്റ്റെപ്പ് ഒഴി വന്നിട്ട് എന്താ ഷോക്ക് അടിക്കൂ? ഞാൻ അടിക്കും. ഇത് നിന്റെ വീടാണോ ബെല്ലടിക്കാൻ? അല്ല. പിന്നെ നീ എന്തിനാ ബെല്ലടിക്കുന്നത്? എന്നാ പിന്നെ സാർ അടിച്ചോ. അതിനെന്റെ കൈ ഉറക്കില്ലെന്ന് അറിയില്ല. അതല്ല ഞാൻ അടിക്കാൻ പോയത്. അതിന് നീ അനുവാദം ചോദിച്ചോ? പെർമിഷൻ ഇല്ല. എന്നാ ചൂടിക്കടോ. സാറിന്റെ ഫ്ലാറ്റിന്റെ മോണി ഞാൻ അടിച്ചോട്ടെ. that's okay. I like it. Keep it up. Keep it up. Okay, ഏതായാലും ചോദിച്ചല്ലേ, ഓൾറൈറ്റ് അടിച്ചോ. Only once. ഓ, ഇതൊരു പീസേ ഉണ്ടാവൂ. അത് കഴിഞ്ഞപ്പോ ദൈവം പണിയെടുത്തി കാണും. Keep the bag. ആരാ? ഓ, സാറോ? My daughter. My angel. Hey, baby. Wow, an angel in devil's home. 2B. എന്തിനാ 2? വെറും ബി മതി. ബി നിലവറ. അകത്തേക്ക് പോയത് അമൂല്യനിധി. ഇത് വാങ്ങാൻ വരില്ലാവോ? വരുമ്പോ ഇത് സ്റ്റൈലായിട്ട് കൊടുക്കണം. God. Your father's God. आपका बाप का कोट का. അയ്യേ, തൻ്റെ അച്ഛൻ്റെ കോട്ട്. എന്റെ ഡാഡിയെ കൊണ്ട് കുടിപ്പിച്ചിട്ട് നിന്നൊരാൾ തല്ലിയ അയാളോട് നിനക്ക് എന്ത് തോന്നും? നിന്നെ തല്ലുന്ന ഒരാളോട് നിനക്ക് എന്ത് തോന്നുമെന്ന്? കോപം. അതൊരു പെണ്ണാണെങ്കിലോ ഞാൻ അവളെ കൊന്നിടുവേ. ആ, ഇത് തന്നെയാണ് നിന്നെ ആരും തല്ലാത്തത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടായി. പൈത്യമോനക്ക് ആമാടാ, ആ അടിയിൽ ഒരു അച്ഛനോടുള്ള സ്നേഹമുണ്ട്. കരുണ, ദയ, വാത്സല്യം. മാത്രമല്ല, ഒരു കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതാടാ എന്നെ പിടിച്ച് കുലുക്കിയത്. യെസ്, ഐ ആം
എന്റെ ജീവിതം ഞാൻ അവൾക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. അവളുടെ കള്ളൂടിയനായ അച്ഛന് വേണ്ടി. Thank God. കൃത്യസമയത്ത് തന്നെ എത്താൻ പറ്റി. ഓ തുടങ്ങി ഈ ചെടിച്ചട്ടി നാശം. പ്രോസസ് Yes. ഇന്ന് മേ ഹെൽപ്പ് യു? ശബ്ദം കേട്ടിട്ട് ഇന്നലെ വന്ന ആളാണെന്ന് തോന്നുന്നു. അതെ, ഒരു കോൾഡ് പോലും വന്ന് ഈ ശബ്ദം മാറില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഗുഡ്. വഴി പറഞ്ഞു തരണ്ടല്ലോ. Yeah. Come on, get it. മൈ പ്ലഷർ. ഞാനും എന്റെ മാമനും ടാറ്റ പോകുന്നു. പോകുന്നു. Your dad. Hey, my angel. ഇത് I'm sorry, baby. I'm late again. അതെ, നാളെ കുറച്ച് നേരത്തെ വന്നോളാം. അത്ര നേരം റോഡിൽ കിടക്കാൻ എനിക്ക് പറ്റൂല, മനസ്സിലായടാ? Yes, papa. ഒന്ന് പോരാപ്പ. ഇന്നും കൂട്ടുവാങ്ങാൻ വരില്ലേ? ഇവൾക്ക് മസിൽ ഇഷ്ടം തോന്നുന്നു. ഒന്ന് പേരിപ്പിച്ചേക്കാം. അയ്യോ അയ്യോ, പോയോ? പെട്ടെന്ന് വികലാംഗനായി പോയെന്നെ. God, touch me if you can. Get lost. Angel. Angel. ഡാഡിയാ? പിന്നെ ഈ പട്ടി വൈകി എന്ത് ചെയ്യാനാ? വേഗം വരണേ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഇന്ന് തല്ലും തെറിയൊന്നുമില്ലേ? ഈ കൈ കൊണ്ട് ഇനി ഒരു അന്യപുരുഷനെ സ്പർശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തനിക്ക് നാണമില്ലേ? ഇല്ല. എത്ര ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ടെന്നറിയോ? താൻ നൽകുന്ന ഓരോ അടിയും തൻ്റെ ഈ സുന്ദരമായ വായിൽ നിന്ന് വരുന്ന പുളിച്ച തെറിയും 1000 തവണ ഐ ലവ് യു എന്ന് പറയുന്നതിന് സമാണ്. തനിക്ക് കോമൺ സെൻസ് ഇല്ലേ? അതൊക്കെ തന്റെ ആദ്യത്തെ അടിക്ക് ഇതിലൂടെ പോയി. Oh my God. ആ ദൈവമാണ് എനിക്ക് തന്നെ കാണിച്ചത്. യു നോ, ഐ ആം ഇൻ ലവ്. ആൻഡ് യു സീ, ദിസ് ഈസ് മൈ കാർഡ്. ലുക്ക്. പിന്നെ എന്നും രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ ഓർക്കും. അതിന് മുമ്പ് വിളിക്കണം. എന്നിട്ട് ഐ ലവ് യു എന്ന് പറയണം. ഇനി അത് പറ്റിയില്ലെങ്കിൽ കൃത്യം 2 മണിക്ക് ഞാൻ എഴുന്നേക്കും. മുള്ളാൻ. ആ സമയത്ത് എന്നെ വിളിച്ചാൽ മതി. ഞാൻ കാത്തിരിക്കും. അല്ല, എന്താ കുട്ടിയുടെ പേര്? പേരെന്താന്നറിയില്ല, പക്ഷെ ഒരു പേരുണ്ട്. ചീത്തപ്പേരാവണ്ടിരുന്ന മതി. സിദ്ധു, എന്നെ തേടി யாரோ வந்து ആരാടാ? தெரியாதா? അതാര്? എന്താടാ ജി? ഐശ്വര്യ എന്റെ പെണ്ണ. അതാരി? താഴത്തോ? നീ അവളെ മറക്കണം. മറക്കാം, പക്ഷെ ആളറിയാണ്ട് വെറുതെ മറക്കാം. പ്രൊഫസർ ഉണ്ണിത്താന്റെ മകൾ ഐശ്വര്യ. പ്രൊഫസർ ഉണ്ണിത്തൻ. സിദ്ധു, അന്ത പൊണ്ണു താനാ? ആ, പ്രൊഫസർ ഉണ്ണിത്തൻ കള്ള കുടിച്ചിട്ട് നടക്കണ വണ്ടിയിലൊക്കെ കയറിയ ആളല്ലേ? ഇത് തന്റെ കാർഡല്ലേ? യെസ്, മൈ കാർഡ്. ഈ കാർഡ് നീ അവൾക്ക് കൊടുത്തതാണെന്ന് ഐശ്വര്യ എന്നോട് പറഞ്ഞു. ഇനി നീ ഐശ്വര്യ കണ്ടാൽ ഐ വിൽ ഫിനിഷ് യു മാൻ. അയ്യോ, ആ കുട്ടിയുടെ പേര് ഐശ്വര്യ എന്നാണോ? ഞാൻ ആ കുട്ടിയുടെ പേരറിയണേ. നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തു? ഐശ്വര്യ. നമ്മുടെ പേരെന്താ? ഗിരിധർ വിശ്വനാഥൻ. ശ്രീ ഗിരിധർ വിശ്വനാഥ് ഭായ്. ഞാനും ഐശ്വര്യം തമ്മിൽ ശരിക്കും നീയും ഐശ്വര്യയും ഇഷ്ടമാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഏയ് ചുമ്മാ. ഏയ് മാൻ, പറഞ്ഞു ശരിക്കും? പറഞ്ഞു. എന്നാ Lie down. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ അവൾ എന്റെ പെണ്ണാണ്. My Ash. പ്രേമം പറയാൻ മാന്, മുയല്, അരയനൊക്കെ ദൂത് വരുന്ന കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗുണ്ട ദൂത് പറയാൻ വരും. ശരിക്കും താങ്ക് യു ഗിരിധർ. ഐ ലവ് യു. I love ഐശ്വര്യ. No, I love ഐശ്വര്യ. നിങ്ങൾ ഇവരെ നോക്കിക്കോ, ഞാൻ ഇവരെ നോക്കാം. Hey. ഹായ്.
പ്രേമിക്കുന്ന പെണ്ണിന് ഒരു കാമുകൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരാണിന് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആ ഗിരിധരനോട് തോന്നുന്ന ഒരു തരം കടപ്പാടാ. തന്റെ പ്രേമം എനിക്ക് ചുമന്നുകൊണ്ടെന്ന ഒരു യൂണിയൻകാരനല്ലേ അവൻ, നമ്മുടെ പ്രേമദൂതൻ. അത് അയാളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ? എന്നാൽ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ആ ഒരാൾക്ക് എവിടെയെങ്കിലും ഒരു ഇഷ്ടം കാണാതിരിക്കൂ. ഐ എം സോറി, എനിക്ക് നോ ബ്രദർ എന്ന് മാത്രം വിളിച്ചു പോകരുത്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പൊതു ശീലമാണത്. പറഞ്ഞേക്കാൻ ഞാൻ. ഓക്കെ, ഐശ്വര്യ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഐശ്വര്യയുടെ അച്ഛനെ ഞാൻ ഉപേക്ഷിക്കില്ല. എനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാലോ. അച്ഛനെ നന്നായി സ്നേഹിക്കുന്ന ആളാണല്ലോ ആ അച്ഛനെ അതിലും നന്നായി സ്നേഹിക്കുന്നതിനോ എന്നെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഐ വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, ടിൽ ദെൻ ബൈ. ഏയ്, ഇന്ന് അച്ഛനെയും കൊണ്ട് നേരത്തെ വരണേ. എനിക്കിഷ്ടം.